ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഇന്നിവിടെ മലരിക്കലിൽ അമ്പൽപ്പാടം കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അതിരാവിലെ തന്നെ നമ്മളെത്തി. ഇപ്പോൾ സമയം ഏകദേശം ഒരു 8 മണിയായോ, 7:30 ആയിട്ടേ ഉള്ളൂ. ഇതുണ്ട്, ഈ വെള്ളത്തിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ വലിയ വെള്ളമാണ്. ചേട്ടൻ ഇതെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഒത്തിരി പേരിങ്ങനെ നമ്മൾ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും മെയിനായിട്ടുള്ള കായൽ, അല്ല ഏറ്റവും കൂടുതൽ അമ്പൽ വിരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദൂരേക്ക് മാറി ഏറ്റവും വലിയ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള പാടത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. ഒരു വെറൈറ്റിക്ക് ഇരിക്കട്ടെ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരുവായ്ക്കരി പാടശേഖരം എന്നാണ് കേട്ടോ ഈ ഒരു ഏരിയയുടെ പേര്. അപ്പോൾ നമ്മൾ പോകുന്നത് ഏറ്റവും കൂടുതൽ പൂവുള്ള ഒരു സ്ഥലത്തേക്കാണ്. ടോട്ടൽ 850 ഏക്കറാണ് ഇവിടെ പാടമുള്ളത്. അതിൽ 550 ഏക്കറോളം ഇപ്പോൾ പൂവുണ്ട്. അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ബാക്കിലോട്ട്. നമ്മൾ മെയിനായിട്ടുള്ള ഇതിൻ്റെ നടുക്ക് നമ്മൾ ആമ്പൽ തന്നെയാണ് കേട്ടോ. നമുക്ക് എന്തായാലും വേണ്ടി ആമ്പൽ പരിസ്ഥിതി നല്ല രസമുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ്. കുറേ പൂ പറിച്ചിവിടെ വെച്ചിട്ടുണ്ട്. അത്ര മതി. കൊച്ചിനെ പിടിച്ചോളൂ. കണ്ണ് ഇഷ്ടായോ? ഇഷ്ടപ്പെട്ടോ? സൂപ്പർ സൂപ്പറാണ്. മീനുണ്ടോ എൻ്റെ അകത്ത്? കണ്ണാ ഇവിടെ നോക്കടാ. ഇതേ പിഞ്ചേട്ട് രമലശേഷൻ, ഇത് വള്ളക്കാർ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പാടത്തിൻ്റെ കറക്റ്റ് നടുക്കെത്തി. നമ്മുടെ വള്ളത്തിൻ്റെ 4 സൈഡിലേക്കും ഇതേ സെയിം വ്യൂ ആണിപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും, കാരണം അത്രത്തോളം ബ്യൂട്ടിഫുള്ളാണ്. ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയത്തില്ല. ഏത് ഭാഗത്തേക്ക് നോക്കിയാലും നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. പിന്നെ അതിരാവിലെ ആയതുകൊണ്ട് തന്നെ ഒരു 7:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം അങ്ങനെ ചൂടില്ല. അപ്പോൾ മാക്സിമം നേരത്തെ എത്തുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മളിങ്ങനെ പോകുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല, അത്രയും നല്ല ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. പിന്നെ കുറച്ച് ചെളിയാവും. നമ്മുടെ ഒരു മുട്ടപ്പൊക്കെയാണ് ഇവിടെ വെള്ളമുള്ളൂ. ഇത് ശരിക്കും പാടമാണ്, കൃഷി ചെയ്യുന്ന പാടമാണ്. അപ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴവെള്ളം കയറി തന്നെത്താനെ ആമ്പലിങ്ങനെ മുളച്ചു വരുന്നു. ഇനിയൊരു 10 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം കീടനാശിനി അടിച്ച് ഇവർ നശിപ്പിച്ച് കളയും. കാരണം അത് കഴിയുമ്പോൾ ഇവർക്ക് പുതിയ കൃഷി ഇറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മാക്സിമം ഇനി 10 ദിവസമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പൂവൊക്കെ പറിച്ചത്. അവർ തന്നെ പറയുന്നുണ്ട് എന്തോരം വേണമെങ്കിലും പൂ പറിച്ചോ, കാരണം ഇനി ഒരാഴ്ചയും കൂടെ ഉള്ളൂ. പക്ഷെ നമ്മൾ എത്രത്തോളം പൂ പറിച്ചാലും ഇവിടെ തീർന്നു പോകില്ല എന്നുള്ളതാണ് അതിലും വലിയൊരു സത്യം. കാരണം 550 ഏക്കറോളം പാടത്ത് ഇതിങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുകയാണ്. അത്ര മനോഹരമാണ് ഈ ഒരു കാഴ്ച. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ പ്ലേസ്. ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ മാക്സിമം പോകാനുള്ളവരൊക്കെ ഈ ഒരാഴ്ച കൊണ്ട് തന്നെ പോയി കാണുക. പിന്നെ ഇന്ന് ഏതാ ദിവസം എന്ന് ചോദിച്ചാൽ ഇന്ന് തിരുവോണത്തിൻ്റെ അന്ന് ഷൂട്ട് ചെയ്തിരിക്കുന്നൊരു വീഡിയോ ആണിത്. നമ്മൾ എൻജിൻ വെച്ചുള്ള വെള്ളത്തിലല്ല, സാധാ വെള്ളത്തിലാണ് പോയത്. ഞാൻ സ്പീഡ് കൂട്ടിയിട്ടിട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ അവർ പോകുന്നുണ്ട്. ശരിക്കും വരമ്പൊക്കെയുള്ള പാടങ്ങളാണ്. ഈ വെള്ളത്തിൻ്റെ അടിയിൽ വരമ്പൊക്കെ ഉണ്ട്. വെള്ളം കയറി മൂടിക്കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ വർഷത്തിൽ എപ്പോഴാണ് അത് പൂത്ത് തുടങ്ങുന്നത്? ജൂലൈ. ഇനി 10 ദിവസം കഴിയുമ്പോൾ ശരിക്കും കളയുമോ? വിത്തിടും. വന്നത് കറക്റ്റ് ടൈമാണല്ലോ. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മുടെ വെള്ളം അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ട്രിപ്പായിരുന്നു, ഒന്നും പറയാനില്ല. 10 ദിവസം കൂടി ഉള്ളൂ ഇനി. അപ്പോൾ വരാനുള്ളവർക്കൊക്കെ ഉടനെ തന്നെ വരാവുന്നതാണ്. അങ്ങനെ നമ്മൾ അടുത്തെത്താറായപ്പോഴത്തേക്ക് അടുത്ത ആൾക്കാർ വന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റും കാര്യങ്ങളെന്ന് പറയുന്നത്, നമ്മൾ ചെറിയ ചെറിയ പാടങ്ങളൊക്കെ ആണെങ്കിൽ പെർ ഹെഡ് 100 റേറ്റ് വരുന്നത്. അല്ലാതെ ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ വലിയ പാടത്തേക്ക് അങ്ങ് ദൂരെ വരെ പോയി മെയിൻ പാടം കണ്ട് മെയിനായിട്ടുള്ള പൂക്കളുള്ള ആ ഒരു ഭാഗത്തേക്ക് പോകുന്നതിന് ഒരു വള്ളത്തിൽ 1000 ആണ്. അതായത് 10 പേർക്ക് വരെ ഒരുമിച്ച് സഞ്ചരിക്കാം.
പിന്നെ അവരോട് പറയുകയാണെങ്കിൽ അവർ കുറച്ചൊക്കെ തരും. ഇതാണ് ഞാൻ പറഞ്ഞ മെയിനായിട്ടുള്ള പാടശേഖരം. ആദ്യമേ ഇവിടെ നിന്നായിരുന്നു ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റ്. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടെ മുൻപോട്ട് പോയിട്ട് ഇവിടെ നിന്നൊട്ടൊക്കെയാണ് ഇത് തുടങ്ങുന്നത്. നമ്മൾ ആദ്യം വരുമ്പോൾ ആളുകളിങ്ങനെ കുറേ വിളിക്കും. പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കുറച്ച് ചെറിയ ഈ ഒരു പാടത്തിൽ കൂടെയൊക്കെ അവരൊന്ന് കൊണ്ടുപോയി കറക്കിയിട്ട് കണ്ടോ, ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുത്തിട്ട് അവർ തിരിച്ചു കൊണ്ടുവരും. പെർ ഹെഡ് 100 വെച്ചാണ് വാങ്ങിക്കുന്നത്. പക്ഷേ ശരിക്കുള്ളത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് വരെ വന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇവിടെ ഒരു ടെമ്പിളുണ്ട്. ആ ടെമ്പിളിൻ്റെ പേര് ഞാൻ മെൻഷൻ ചെയ്തേക്കാം. അവിടെ ചെന്ന് അപ്പുറത്തേക്കുള്ളതാണ് ഏറ്റവും വലിയ പാടശേഖരം.